ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയൊരു മാമ്പഴത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ചൊരു തൈയാണ്. ഇതിൻ്റെ പേരാണ് മിയാസാക്കി. ഇതിൻ്റെ ഫ്ലവറിങ് തൊട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഇതിനെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് തിരൂരിലുള്ള റാസ് ഗാർഡനിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുള്ള തൈയാണ്. നമ്മൾ കുറച്ച് കാലം മുന്നേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ജബൽപൂർ സ്വദേശികൾ നായകളൊക്കെ കാവൽ നിർത്തിയിട്ടുള്ള ഒരു മാത്തൈനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ടൈപ്പ് മാവാണ്. അതിൻ്റെ ഒരു ബഡിങ് ആയിട്ടൊക്കെ വരാം. ഇതിനൊരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുള്ള ആ മാത്തൈ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണി മാങ്ങൻ്റെ ആ ഒരു പ്രായമായിട്ടില്ല, എന്നാലും ചെറിയ ചെറിയ മാങ്ങ. അപ്പം ഭയങ്കര തിക്കായിട്ടാണ് ഈ ഫ്ലവറിങ് വന്നിട്ടുള്ളത്. അപ്പം ഇതിലുള്ള ഇൻസെക്റ്റുകൾ, അതേപോലെ തന്നെ പിന്നെ കാലാവസ്ഥ തെറ്റിയിട്ടുള്ള മഴയും വെയിലും ഒക്കെ വന്ന് കുറേ ഫ്ലവറൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ടുള്ളത്, അതൊക്കെ അങ്ങനെ അടർത്തി നല്ല ഫ്രഷാക്കി എടുക്കുകയാണ് അദ്ദേഹം. ഇതിൻ്റെ കൃഷിരീതിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ നട്ടിട്ടുള്ളത് വീടിൻ്റെ മട്ടുപ്പാവിലാണ്. ഒരു റമ്മിലായിട്ടാണ് നട്ടിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് വാങ്ങുന്ന സമയത്ത് മിയാസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം എത്രത്തോളം ആ ഒരു മിയാസാക്കി ഫ്രൂട്ട്, അതായത് മിയാസാക്കി മാംഗോൻ്റെ ഒരു ഫ്ലേവർ, അതേപോലെ തന്നെ സൈസ്, കളറ് ഇതൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ അത് ഫ്ലവറിങ് ആയപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളെ വീട്ടിൽ ഫ്ലവർ ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷമോ കാര്യങ്ങളൊക്കെ വന്നു. ഇതിൻ്റെ ഒരു മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനോ പ്രിവെൻഷനോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇതിന് ഒരു കാര്യങ്ങളും വളടൽ ചടങ്ങുകൾ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇൻസെക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും തരണം ചെയ്യാനുള്ള പ്രവർത്തികളോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോകൾ എടുക്കാൻ പോകും. അതേപോലെ തന്നെ ഇതിൻ്റെ വളർച്ചകൾ ഇങ്ങനെ ആസ്വദിക്കും. ഞങ്ങളെ വീട്ടിലുള്ള ഒട്ടുമിക്ക ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെയും മെയിൻ്റനൻസ്, കെയറിങ്, അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുക എന്നല്ലാതെ എനിക്കിതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ ചെയ്യാറുമില്ല. ഈ ഒരു പ്ലാന്റിന് തന്നെ, ഈ ഒരു മാവിനെ പ്രത്യേകമായിട്ട് ചെയ്യാൻ കാരണം ഇതിനത്രത്തോളം പ്രത്യേകതകളുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ചും ഇതൊരു ഫ്ലവറിങ് ചെയ്ത സമയത്ത് ഞങ്ങൾക്കൊട്ടും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തില്ല എത്രത്തോളം കായ്കൾ ഇതിലുണ്ടാവും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു നിറത്തിലേക്ക് ചേഞ്ച് ആകും എന്നുള്ളത്, ഇത്രത്തോളം ഒരു എന്താ പറയുക ഇത്രയും റെഡ് കളറാവും എന്നുള്ളതും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നമ്മളെ ഫ്ലവറിങ്ങിൽ നിന്ന് എത്രയോ മാറി, എത്രയോ മാങ്ങകളൊക്കെ വലുതായി, ആവശ്യമുള്ള മാങ്ങകളൊക്കെ അവിടെ നിന്ന് പിന്നെ നല്ല മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ, മഴ ചോർന്ന സമയത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസായി. അങ്ങനെ എല്ലാ സ്റ്റേജുകളൊന്നും കാണുന്നില്ലെങ്കിലും ബാക്കി ഇങ്ങനെ ലാസ്റ്റിലേക്ക്, ഇതിപ്പോൾ ഇനി കാണുന്നത് ലാസ്റ്റിലേക്കുള്ള മാങ്ങകൾ വലുതായതിൻ്റെ ശേഷമുള്ളതാണ്. 1-2 ഒക്കെ ആ കളർ ചേഞ്ചിലേക്ക്, ആ ടോണിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒറിജിൻ എവിടുന്നാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1939 അമേരിക്കയിലെ സൗത്ത് ഫ്ലോറിഡയിലെ FD ഇർവിൻ എന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിൻ്റെ തോട്ടത്തിൽ കുറച്ച് മാവുകളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ലിപ്പെയിൻസ് എന്ന ഒരു മാങ്ങിൻ്റെയും അതേപോലെ തന്നെ ഹെയ്തൻ എന്ന ഇനത്തിൻ്റെയും സങ്കര ഇനമായിട്ട് ഒരു മാവ് അവിടെ കായ്ച്ചു. അത് കായ്ച്ച സമയത്ത് ഭയങ്കര ആകർഷണീയമായ നിറവും അതേപോലെ തന്നെ രുചിയും നല്ല സുഗന്ധവും അതേപോലെ രോഗപ്രതിരോധ ശേഷിയുള്ളതായിട്ട് മികച്ച വിളവുമായിട്ട് ഒരു ഇനം കാണപ്പെട്ട്. ആ ഒരു ഇനമാണ് നമ്മുടെ ഈ മിയാസാക്കി എന്ന് പറയുന്ന ഈ ഒരു മാങ്ങ. അങ്ങനെ കുറച്ച് വർഷങ്ങളൊക്കെ അവിടെ അങ്ങനെ കായ്ച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷം 1970 നമ്മുടെ തായ്വാനിലേക്ക് ഈ ഒരു ഇതിൻ്റെ തൈകളും മാങ്ങകളൊക്കെ എത്തിച്ച് വളരെ വ്യാവസായികമായിട്ട് ഇവരെന്ത് ചെയ്തു, കൃഷി ചെയ്ത് തുടങ്ങി. പിന്നീട് ജപ്പാനിലേക്കും സൗത്ത് കൊറിയയിലേക്കും ഓസ്ട്രിയയിലേക്കൊക്കെ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തുടങ്ങി. മികച്ച മാങ്ങയായതിനാൽ നല്ല വിലയും അതേപോലെ തന്നെ നല്ല വിപണിയും ഇതിന് ഈ ഒരു മാംഗോക്ക് ഉണ്ടായി. ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ പല മാളുകളിലൊക്കെ പോകുമ്പോഴാണ് ഇതിന് എത്രത്തോളം വിലയുള്ള മാങ്ങയാണോ എന്ന് മനസ്സിലാവുക.
ഇതിൻ്റെ വേറൊരു പേരും കൂടി അറിയപ്പെട്ടു, എഗ് ഓഫ് ദ സൺ എന്ന പേരിലാണ് ഈ ഒരു മിയാസാക്കി പറഞ്ഞിട്ടുള്ള മാങ്ങ അറിയപ്പെടുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലൊക്കെയാണ് ഇതിനെ അവർ എന്ത് ചെയ്യുന്നത്, വളർത്തുന്നത്. ഇത് ജപ്പാനിലൊക്കെ നെറ്റ് ഹാർവെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇതൊരു ഗ്രീൻ ഹൗസിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ കമ്പുകളൊക്കെ അധികം വലുതാവാതെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടൊക്കെയാണ് ഇവർ ഇത് കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങേൻ്റെ ആ ഒരു ഭംഗിയാണ് നിങ്ങൾ കാണുന്നത്, ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അത്രയും നല്ല കളറിലായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നെറ്റ് ഹാർവെസ്റ്റിംഗ്. അതായത് നമ്മൾ ഏകദേശം മാങ്ങ പാകമാകുന്ന സമയത്ത് ഇതേപോലുള്ള നെറ്റ് ഹോൾഡിങ് എന്ത് ചെയ്യും, മാങ്ങയിൽ ഇങ്ങനെ ഘടിപ്പിക്കും. ഇത് മാങ്ങ നന്നായിട്ട് പാകമായി പഴുത്ത് റെഡ് കളറാകുന്ന സമയത്ത് നമ്മൾ സാധാരണ മാങ്ങ പ്ലക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാങ്ങ പഴുത്ത് നല്ല റെഡ് കളറാകുന്ന സമയത്ത് ഈ നെറ്റിലേക്ക് താനെ എന്ത് ചെയ്യും, വീയും. ഈ ഒരു മാങ്ങക്കാണ് ഇങ്ങനെ കിട്ടുന്ന മാങ്ങ പ്രത്യേക തരത്തിലായിട്ടാണ് നമ്മളെ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നത്. അതിന് നല്ല വിലയും ഉണ്ടാകും. അപ്പം നല്ലൊരു നിറത്തിലാണ് നമുക്ക് ഈ മാങ്ങ കിട്ടിയിട്ടുള്ളത്. നല്ല റെഡിഷ് കളറായിട്ടാണ് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളത്. ജാപ്പനീസുകാർ അവരെ നാട്ടിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാറ്. അപ്പം ഇങ്ങനെ ഇത്രയും നല്ല മധുരമുള്ള നിറമുള്ള വിലയുള്ള ഫ്രൂട്ടുകളൊക്കെയാണ് അവർ കൊടുക്കുക. അതേപോലെ പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള തണ്ണിമത്തനുകൾ അതൊക്കെയാണ് ഇവർ കൊടുക്കാറ്. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു ഫ്രൂട്ടിൽ ഉള്ള ഒരു ഇനമാണ് ഈ നമ്മുടെ മിയാസാക്കി. അപ്പം നിങ്ങൾ കാണുന്നത് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഇതുപോലുള്ള പ്ലാന്റിങ് വീഡിയോസും അതേപോലെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഈ ചാനലിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പ്ലാന്റ് ലവേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങൾക്ക് മിയാസാക്കിൻ്റെ പ്രൈസ് കാണിച്ചു തരാം. അത് നമ്മുടെ ലുലുവിലുള്ള പ്രൈസാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള മാങ്ങകളുടെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.